സുരേഷ് ഗോപിയെ കുറിച്ച് കൗതുകമുള്ളൊരു കാര്യം പറയാം. പോസിറ്റീവായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപിക്ക്. ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ പകുതി ഒരു ഭരചന്ദ്രൻ IPS ആണ്. പുള്ളിയുടെ നന്മയും അതാണ്, പുള്ളി ആൾക്കാർ ട്രോൾ ചെയ്യാനുള്ള കാര്യം അതാണ്. പുള്ളി പറയുമ്പോൾ ഉള്ളിൽ നിന്ന് മാത്രമേ പറയൂ. പുള്ളി പറയുന്ന കാര്യത്തോട് നമുക്ക് യോജിക്കാം, പക്ഷേ ഹൃദയത്തിൽ തട്ടി മാത്രമേ ആ വ്യക്തി സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതായത് നന്മയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളെ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദുർവ്യാഖ്യാനം ചെയ്തും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ആൾക്കാരുടെ കഞ്ഞിപ്പാത്രത്തിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം എനിക്കൊന്ന് രാജ്യസഭയിൽ ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ₹1 ശമ്പളം പുള്ളി എടുത്തിട്ടില്ല. ആ ശമ്പളം മുഴുവൻ ആർക്കെങ്കിലുമൊക്കെ വീതിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം രാജ്യസഭാ എംപിക്ക് നല്ല ശമ്പളമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത്, ശ്രീ സുരേഷ് ഗോപി BJP എന്നാണെങ്കിലും, മുമ്പ് ആമിർ ഖാൻ ഇതുപോലെ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതാണെങ്കിലും, ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്കാരൻ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് ആരാണെങ്കിലും, ഇവർ വരുമ്പോൾ നമ്മൾ ഇവരെ പ്രൊമോട്ട് ചെയ്യണം. സുരേഷ് ഗോപിയെയും അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ, CPM നിന്ന് ശ്രീ മുകേഷിനെ, BJP നിന്ന് സുരേഷ് ഗോപിയെ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ, ഇവരെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കേരളത്തിന് പരമാവധി നന്മയുണ്ടാക്കണം. കാര്യം ഇവരൊന്നും 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ മുകേഷോ ശ്രീ സുരേഷ് ഗോപിയോ ശ്രീ ശശി തരൂരോ 10 രൂപയ്ക്ക് വേണ്ടി വരുന്നതാണോ? ഇവർ കൈയിട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറാണ്. മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ്. ശ്രീ ശശി തരൂർ ലോക പൗരനാണ്. ശ്രീ മുകേഷ് ഇത്രയും വർഷത്തെ സിനിമ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ നിറഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇവർ പൊതുപ്രവർത്തനത്തിന് വരുമ്പോൾ, ഞാനത് മലയാളികൾ നമ്മുടെ സ്പിരിറ്റായിട്ട് പറയാൻ, നമ്മൾ ഇവരെ പരമാവധി ലെവറേജ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം. അങ്ങനെ പകരം ഇവരെ ട്രോൾ ചെയ്ത് ഇവരെ നെഗറ്റീവ് എടുപ്പിച്ച് മാറ്റണം എന്നുള്ളതല്ല. ശ്രീ സുരേഷ് ഗോപി പറയുമ്പോൾ അദ്ദേഹം ഒരു പക്കാ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അദ്ദേഹം ഈ മെഷർ വെച്ച് പറയില്ല, മനസ്സിൽ വരുന്നത് പറയും, അതിവൈകാരികമായിട്ട് പറയും. അപ്പോൾ അത് ആ വ്യക്തിയുടെ നന്മയാണ്.